ഈ വണ്ടി ഒരു 6,90,000 രൂപ കൊടുത്തേക്കാം. എന്തിനാ നിങ്ങൾ പറയുന്നത്? 6,90,000 തന്നേക്കാം വണ്ടി. 11,25,000 രൂപ കൊടുത്തേക്കാം. 11,25,000 ഏറെക്കുറെ നമുക്കൊരു 10 രൂപ ലോണും കിട്ടും. 6.5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ നമുക്ക് 6 ലക്ഷം രൂപ ലോണും കിട്ടും അല്ലേ? അപ്പോൾ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് സുഖമായിട്ട് ഇറക്കിക്കൊണ്ടു. 11 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മയത്തിലൊക്കെ ഡിപ്രിസിയേഷൻ ചെയ്യണം. 2021 വണ്ടിയാണ്. നമുക്കിത് 8,50,000 രൂപ കൊടുക്കാം. നിങ്ങൾക്ക് 1 രൂപ നിങ്ങൾ കൊണ്ടുവരണ്ട. എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നല്ലൊരു വാഹനം മേടിക്കുക എന്നുള്ളത്. ഈ വാഹനം മേടിക്കുക, വീട് വെക്കുക എന്നൊക്കെ ഉള്ളത് ബേസിക്കലി എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വന്ന് നോക്കുക എന്ന് ഞാൻ എപ്പോഴും പറയുന്ന സ്ഥാപനമാണ് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. നിലവിലിപ്പോൾ കൊല്ലത്ത് അവിടെ ബൈപ്പാസിൽ അയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. നിലവിലിവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ എന്ന് പറയുന്നത് എല്ലാം അത്യാവശ്യം പുതിയ മോഡൽ വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഗ്യാരണ്ടി, വാറണ്ടി കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കി ഉണ്ടാവും. അല്ലാത്തത് വേണമെങ്കിൽ ഇവരും തരും. ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക്കും മാനുവലും ഡീസലും പെട്രോളും ഒരുവിധം എല്ലാ മോഡൽ വണ്ടികളും ഉണ്ട്. ലോ കിലോമീറ്ററാണ്. പിന്നെ ഏറ്റവും വില കുറച്ച് തരാൻ പറ്റുന്ന വണ്ടികളെ കാണിക്കുന്നുള്ളൂ. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാടധികം ആൾക്കാർ ഇവരുടെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ കണ്ടോട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. സുഹേൽ ബ്രോ ഉണ്ട്, ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. സുഹേൽ ബ്രോ, അപ്പോൾ ഞാൻ ഇൻട്രോയിൽ ഞാൻ ഇവരോട് പറയായിരുന്നേ, നല്ല വണ്ടികൾ എല്ലാം പുതിയ മോഡൽ, ലോ കിലോമീറ്റർ അല്ലേ? അതെ, ഇവിടെ വന്നപ്പോഴേ ക്വാളിറ്റി സെറ്റാണ്. ഇവിടെ വന്നപ്പോൾ അജു കുറച്ചൊക്കെ, അജുവാണ് സത്യം പറഞ്ഞാൽ ഇത് മൊത്തം റെഡിയാക്കിയിട്ട് ഇത് മൊത്തം അലങ്കോലായിട്ട് ഇടുന്നേ. അജു ഇയാൾ ഇവിടെ വന്നിട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുക. അജു ഇവിടെ വന്നിട്ട് വണ്ടി ഓടിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അജു എടുത്ത വണ്ടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അവിടെ നിന്ന് 2 അടി മുമ്പോട്ട് കയറ്റി വെക്കാം, 4 അടി പുറകോട്ട് വെച്ച് എല്ലാം അറിയാലോ. പക്ഷെ അതല്ല, അതെന്താ വെച്ചാൽ നമുക്ക് ഓരോ വണ്ടികൾ കാണുമ്പോൾ അറിയാം ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്തായാലും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കയല്ലേ? എല്ലാം പക്കയാണ്. ഇപ്പൊ ഞാൻ എന്ത് കൊണ്ടും കാര്യമില്ല, വരുമ്പോ നോക്കിയിട്ടല്ലേ എടുക്കും. അതെ, വന്ന് നോക്കി കണ്ടെടുക്കുക. പിന്നെ ഒരുമാതിരിപ്പെട്ട ഓൾമോസ്റ്റ് മിക്ക വണ്ടിക്കും ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വേറെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്, നല്ല വണ്ടിയാണ്. അതെ അതെ, അത്രേ ഉള്ളൂ. തുടങ്ങാം, നമുക്ക് തുടങ്ങാം. ഓക്കെ. ആദ്യത്തെ വണ്ടി എക്സ്ട്രാ ആണ്. എക്സ്ട്രാ ഏതാ മോഡൽ? 2024 എക്സ്റ്റർ ആണ്. 24 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 14,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് അല്ല, ഇത് ശരിക്കും AMT അല്ലേ വരുന്നത്? ഇത് AMT ആ വരുന്നത്. ഓക്കെ. മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് AT ഒക്കെ ഇപ്പൊ ഉണ്ടായി ഒഴിവാക്കി. അതെ അതെ അതെ. അപ്പം പിന്നെ അത്യാവശ്യം ഒന്നും ചെയ്യേണ്ട വണ്ടി, അണ്ടർ വാറന്റി ആണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനിയിൽ 27 വരെ വാറന്റി ഉണ്ട് അല്ലേ? 27 വരെ വാറന്റി ഉണ്ട്. നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കമ്പനി കയറ്റി സർവീസിന്റെ ബില്ലും കാര്യങ്ങളെല്ലാം നമ്മളതിലുണ്ട്. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല, ഒരു വകയില്ല, പക്ക വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ വണ്ടി വന്ന് 7,50,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ ഒരു 7 ലക്ഷം ലോണും കിട്ടും. ഒരു 50,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുപുത്തം പോലെ ഇരിക്കുന്ന ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് പോകും. നെഗോഷ്യബിൾ ആവുമോ? ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല. പറയുന്ന വിലകൾ അന്തിമമായിരിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആൾക്കാർ വരുമ്പോൾ മാക്സിമം കുറച്ച് കൊടുക്കുക. തീർച്ചയായിട്ടും. ഇനി അടുത്ത് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കാ. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് GT ലൈൻ ആണ്. ഓക്കെ, അതെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ GTX ആണ്. ഇതിനകത്ത് മറ്റേ സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറെക്കുറെ 18 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന വണ്ടിയാണ്. 2023 വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു, പൊളിയായിരുന്നു. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, സെറ്റ് ആയിരുന്നു. ഇത് പക്ഷേ ഇത് 7 DCT ആയിട്ടോ വരിക. 7 DCT ആണ്. അതുപോലെ തന്നെ ടർബോ ആണ് ഈ വണ്ടി. 7 സ്പീഡ് DCT. അതെ അതെ അതെ, കറക്റ്റ്. 1 ലിറ്റർ ടർബോ ആണ്. 1 ലിറ്റർ ടർബോ, അതെ. അപ്പം ഈ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ആണ്. വേറെ 50 റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ വണ്ടിയാണ്. ഇതും നമ്മളിപ്പോ കിയാ കയറ്റി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സർവീസ് ചെയ്തതേ ഉള്ളൂ. 50,000 സർവീസ് നമ്മൾ ചെയ്തേ ഉള്ളൂ. ഈ വണ്ടി വന്നിട്ട് നമുക്ക് 11,25,000 രൂപ കൊടുത്തേക്കാം. 11,25,000. ഏറെക്കുറെ നമുക്കൊരു 10 രൂപ ലോണും കിട്ടും. ഒരു 7-7.5 ലക്ഷം രൂപ ഡിപ്രിസിയേഷൻ വന്നു. അതെ അതെ അതെ, പുതിയ വണ്ടിയായിട്ട് 7-7 ലക്ഷം ഡിപ്രിസിയേഷൻ. അതുപോലെ തന്നെ മാഗ്നറ്റ് ആണെങ്കിലോ? മാഗ്നറ്റ് ആണെങ്കിൽ 2021 മാഗ്നറ്റ് XV പ്രീമിയം ആണ് വണ്ടി. ടോപ്പ് എൻഡ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ക്ലീൻ വണ്ടിയാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ ആണ്. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇതും കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഈ വണ്ടി നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു അപാകതയില്ല. ഈ വണ്ടി നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ നമുക്ക് 6 ലക്ഷം രൂപ ലോണും കിട്ടും അല്ലേ? അപ്പൊ ഒരു 50,000 ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് സുഖമായിട്ട് ഇറക്കിക്കൊണ്ടു. 50,000 ഒന്നും ചിലപ്പോൾ വേണ്ടി വരില്ല. നമ്മൾ പറയുന്നുള്ളൂ. അതെ അതെ, ചിലപ്പോൾ ഫുൾ ലോണും കിട്ടും. നിങ്ങളെ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. നിങ്ങൾ ബാങ്കിങ് ഒക്കെ എങ്ങനെയാണോ അതിനനുസരിച്ചുണ്ടാവും. അടുത്തതും ഒരു കിടിലൻ ഒരു അടിപൊളി ഒരു വണ്ടിയാണ്. MG ആണ്. MG ഹെക്ടർ. അതെ അതെ, സെക്കൻഡ് ഫേസ് വന്ന ഹെക്ടർ. 2021 വണ്ടിയാണ്. 65,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതില് ഈ 65 ഓടിച്ചു അല്ലേ? അതെ അതെ അതെ. ഇതില് സൺറൂഫ്, പനോരമിക് റൂഫ്, എല്ലാ സംവിധാനമുള്ള സാലി പ്രോ CVT ആണ്. ഷാർപ്പ് പ്രോ CVT. ഏറ്റവും ടോപ്പ്. ഏറെക്കുറെ വണ്ടിക്ക് എനിക്കൊന്ന് ഒരു 21 lakhs ഒക്കെ. 21 ഒന്നുമല്ല, എനിക്ക് 26
സിക്സിന്റെ അടുത്തെങ്കിലും ഏറെക്കുറെ അത്രയൊക്കെ ഉണ്ടാവും. സമയത്ത് അതെ അതെ അതെ. അപ്പം ഈ വണ്ടി നമുക്ക് വന്നിട്ട് ഹൈലൈറ്റ് ആണ് വില. എത്രയാ? 11 ലക്ഷം രൂപ കൊടുത്തേക്കാം. ശരിക്കും വെറും 11 ലക്ഷം രൂപ. വെറും 11 ലക്ഷം. അത് ന്യൂ ഷേപ്പ്. ഇത് പഴയ വണ്ടിക്ക് ഇപ്പോഴും വിലയില്ലേ? ഇപ്പോഴും വിലയുണ്ട്. നമുക്ക് ഈ വണ്ടി ഒരു ഓഫർ പോലെ കൂട്ടിക്കുക, 11 ലക്ഷം രൂപ എടുക്കാം, ഫുൾ ഓണം തന്നേക്കാം. അതൊക്കെ കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ ഫ്രണ്ടിലെ ഈ ഗ്രില്ലൊക്കെ ഈ മോഡൽ വന്നാണോ തട്ടിയിട്ടെങ്ങനെ? ഇത് കമ്പനി ഒറിജിനൽ ഒറ്റ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് 11 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മയത്തിലൊക്കെ ഡിപ്രിസിയേഷൻ ചെയ്യണം. 2021 വണ്ടിയാണ്. കാരണം എടുത്തവന്റെ ഒരു അവസ്ഥ ആലോചിക്കുക, 15 ലക്ഷം രൂപയാണ് ഒറ്റയടിക്കാൻ പോയി കിട്ടിയത്. അതെ 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 അതെ. ചില്ലറ സൂക്കേടൊന്നായി പോയി. അതും 4 കരിപ്പത്തൻ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അജു അതെല്ലാം പറയാൻ മറന്നുപോയി. അജു പറയുന്നതാ. ഞാൻ വില കെട്ടപ്പോഴേ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അതെ. അടുത്തത് സ്വിഫ്റ്റ് ആണ്. അടിപൊളി ഒരു സ്വിഫ്റ്റ് ആണ്. ZXi പ്ലസ് AGS ആണ് വണ്ടി. AGS എന്ന് പറയുമ്പോൾ ഇത് വരില്ലേ, അതായത് നമ്മുടെ ക്രൂസ് കൺട്രോൾ വരില്ലേ? ക്രൂസ് കൺട്രോൾ വരും. ക്രൂസ് കൺട്രോളിന് മോട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരും. അത്യാവശ്യം പിന്നെ 4 സിലിണ്ടർ വണ്ടിയാണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല, അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഒക്കെ എടുത്തിട്ടുള്ള വണ്ടിയാണ്. എന്തൊക്കെ ഫിറ്റിംഗ്സ് ഉള്ളത്? ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ഈ ബ്ലാക്കിൽ നമ്മുടെ ഈ എന്താ പറയണേ സെറാമിക് ഒക്കെ ചെയ്തു. പിന്നെ ബാക്കിലല്ല ഡിഫ്യൂസർ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ബാക്ക് ഡിഫ്യൂസർ ഇയാൾ കറക്റ്റ് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ. പിന്നെ ടയർ 4 നല്ല ടയർ ആവറേജ്. കിലോമീറ്റർ ഇത് 49,000. അല്ല സോറി 39,000. ആ 39 ടയർ അല്ലല്ലോ. അല്ലല്ല, ഫ്രണ്ട് മാറി ടയർ. ഒരു എന്താ പറയുക 80% എന്തായാലും ഉണ്ട്. 80% ഉണ്ട് എന്തായാലും. ഓക്കെ. പക്ഷേ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ കളർ അതിന്റെ ഒരു ലുക്കാണ്. അതെ, ബ്ലാക്ക് വണ്ടിയും ലുക്കും. പിന്നെ ഇപ്പൊ കിട്ടാണ്ടോ ഈ സാധനം? ഇത് കിട്ടൂല. 4 സിലിണ്ടർ വണ്ടി തീർന്നില്ലേ? അതെ അതെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അപ്പം ഈ വണ്ടി വന്നിട്ട് നമുക്ക് 8,50,000 കൊടുത്തേക്കാം. 8.5 ലക്ഷം രൂപ. 8.5 ലക്ഷം രൂപ. ഏറെക്കുറെ നമുക്ക് ഒരു 8 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കിട്ടും. അതായത് ഈ മോഡലിൽ ഇത് AGS കൂടി ആയതുകൊണ്ട് കുറച്ച് വില കൂടുതൽ. ZXi പ്ലസ് ആണ്. വണ്ടി ഇറങ്ങി വന്ന് 11 രൂപ വിലയുണ്ട്. ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. ഓക്കെ. 8,50,000. 8,50,000 രൂപ. ഓക്കെ. ഇനി ഇത് പറയുകയാണെങ്കിൽ 2017-18 മോഡല് ജീപ്പ് കോമ്പസ്. ഓക്കെ. ഇത് കോമ്പസ് സീരീസിലെ ഫസ്റ്റ് വണ്ടി. അതെ അതെ, ലോങ്ങിറ്റ്യൂഡ് ആണ്. അതായത് മറ്റേ പുഷ്പട്ട സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. തൊട്ട് മേലെ വരും. അതെ അതെ അതെ. ഇത് വണ്ടി വന്നിട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 1 lakh അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഒരു അപാകതയില്ല, വണ്ടി പക്കയാണ്. ടോപ്പ് ഒക്കെ നോക്കിയോ, ടോപ്പും എല്ലാം പക്കയാണ്, ക്ലീൻ ആണ് കേട്ടോ. അതായത് ഒരു മിഡിൽ ഓപ്ഷനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. നമുക്കിത് 8,50,000 കൊടുക്കാം. നിങ്ങൾക്ക് 1 രൂപ നിങ്ങൾ കൊണ്ടുവരേണ്ട, ഫുൾ ഓൺ ഈ വണ്ടി. അതായത് ഈ ജീപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിനൊക്കെ മാരുതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാന്നുള്ള ബോധമാണ്. അതെ അതെ തീർച്ചയായിട്ടും. ആ വിലയായിട്ട് ഇതൊന്നും പറയരുത്, മോശമാണത്. ജീപ്പ് എന്നൊക്കെ പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അതെ അതെ അതെ. അപ്പൊ അതിനൊക്കെ ഈ വില പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ ആൾക്കാർ അംഗീകരിക്കേണ്ട. അപ്പൊ ഈ ജീപ്പ് ആരായി നിങ്ങൾ പറ? ജീപ്പ് ആരായി? 8,50,000 കൊടുക്കാം. 8,50,000 സ്വിഫ്റ്റ് കൊടുക്കാം, ജീപ്പ് കോമ്പസ് എടുക്കാം, ഫുൾ ഓണം കിട്ടും. അവസ്ഥ നോക്കണേ. ഇനി ഞാൻ അജുന് വേറൊരു കാര്യം കാണിച്ചു തരാം. എന്റെ കൂടെ വാ. ഓക്കെ. നിങ്ങൾ അതിനുള്ളിൽ കൂടി കയറില്ല, ഞാൻ ഇതിലെ കയറാം. ഇങ്ങനെ കയറാം. ഇതിപ്പോ ഈ കോമ്പസ് അല്ലേ കാണിക്കാൻ വന്നേ? 2018 മോഡൽ കോമ്പസ്. 18 അല്ലേ? ഓക്കെ. ഇതും 1,20,000 കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഇത് രണ്ടും അത് 17 ആണെങ്കിൽ ഇത് 18, അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. വേരിയന്റോ? ഇത് സ്പോർട്ടാണ് വേരിയന്റ്. സ്പോർട്ടാണ്, അതായത് അത് ലോങ്ങിറ്റ്യൂഡ് ആണ്. അതിനേക്കാളും ഒരു പടി താഴെയാണ്. അതെ അതെ, അതിനെക്കാട്ടി ഒരു പടി താഴെയാണ്. പക്ഷേ നല്ല നീറ്റ് വണ്ടിയാണ്. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ഈ വണ്ടി ഒരു 6,90,000 കൊടുത്തേക്കാം. എന്തിനാ നിങ്ങൾ പറയുന്നത്? 6,90,000 തന്നേക്കാം വണ്ടി. അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കും, അപ്പൊ ഈ ജീപ്പ് ആരായി? കൊള്ളാം. 6,90,000 കേരളത്തിൽ ആദ്യമായിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് 6,90,000 വണ്ടി കാണിക്കുന്നത്. സെറ്റ് വണ്ടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, ഒരു വകയില്ല, ഒന്നുമില്ലല്ലോ. കറക്റ്റ് നമുക്ക് കസ്റ്റമറെ നമ്മൾ എടുത്ത് പർച്ചേസ് ചെയ്ത് വിളിക്കും. അപാകത എന്തെങ്കിലും ഉണ്ടോ? ഒരു അപാകതയില്ല. ഉറപ്പ്. അടിപൊളി. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. 6,90,000 കേരളത്തിൽ ഈ ഒരൊറ്റ വണ്ടി എപ്പോൾ കിട്ടുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞ. അതുപോലെ തന്നെ ഇനി അടുത്ത് വരുവാണെങ്കിൽ 2019 മോഡൽ അമേസ് BX ആണ് വണ്ടി. BX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, പുഷ്പട്ട സ്റ്റാർട്ട്, അലോയ്സ്, എല്ലാ സാധനവും ഉണ്ട്. പെട്രോൾ കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,000. 2019 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, BX വണ്ടി, പെട്രോൾ. ഓക്കെ. അപ്പോൾ വാഹനം നമുക്ക് 5,90,000 കൊടുക്കാം. 6 ലക്ഷം രൂപ ലോണും കൊടുക്കാം. വലിയ കുറവൊന്നുമില്ല എങ്കിലും കിലോമീറ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹൈലൈറ്റ് ആണ്. 28,000 കിലോമീറ്റർ ഉണ്ട്. പിന്നെ വേരിയന്റ് വെച്ച് നോക്കുമ്പോൾ ടോപ്പ് വേരിയന്റ് ആണ്. S അല്ല, B അല്ല, VX. കഴിഞ്ഞു. എന്നാ അടുത്തത് വാഗണാർ ഓട്ടോമാറ്റിക് ആണ്. 2022 മോഡൽ വാഗണാർ VXi ഓട്ടോമാറ്റിക്. ഇതൊക്കെ നമ്മൾ അധികം വർണ്ണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ? 1.2 ആണ്.
40,000 കിലോമീറ്റർ VXi മോഡൽ ഏതാ പറഞ്ഞത്? 2022 22 1.2 വരുമോ? VXi വരില്ലല്ലോ, ZXi അല്ലേ വരുള്ളൂ. അല്ല ഉറപ്പാ VXi ഏതാ ZXi ആവാനാണ് സാധ്യത. അല്ല VXi ഓട്ടോമാറ്റിക്. ഈ വണ്ടി വന്നിട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന്റെ സർവീസ് ബുക്ക് സ്പെയർ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം കറക്റ്റ് 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, പക്ക സർവീസ്, ഒരു അപാകതയില്ല. നമുക്ക് 5,90,000 രൂപ കൊടുക്കാം, 5.5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. അതും വലിയ കൂടുതലാണെന്നൊന്നും പറയുന്നില്ല. കാരണം അതായത് ഇത് മോഡൽ വന്നിട്ടില്ല അല്ലേ, 2022 മോഡൽ ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ സാധനം പിന്നെ മറ്റേ രീതി കിട്ടത്തുമില്ല, പഴയ രീതിയിൽ. ഇപ്പൊ ഇറങ്ങുന്നില്ല 1.2, ഇപ്പൊ ZXi മാത്രമേ ഉള്ളൂ. അത് 1 ലിറ്റർ. അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉണ്ട്. അതെ, അത് ഗ്യാരണ്ടിയാണ്. അതെ, അത് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു യാരിസ് കിടപ്പുണ്ടേ. യാരിസ് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് J ആണ് വേരിയന്റ് വരുന്നത്. 2020 വണ്ടിയാണ്. 2020 വണ്ടി. കിലോമീറ്റർ വെറും 37,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 കൊല്ലം ഉപയോഗിക്കാൻ ഇത് മതി. എനിക്കും എന്റെ മകനും ഉപയോഗിക്കാം. വണ്ടി അടിപൊളിയാണ്ടോ, ഒരു രക്ഷയില്ല. നമ്മളിത് കരുനാപ്പള്ളിയിൽ നിന്ന് ഓടിച്ചു വന്ന, ഹരിപ്പാടിൽ നിന്ന് ഓടിച്ചു വന്നതാണ്. സെറ്റ് വണ്ടിയാണ് ഇത്. അതാ പറഞ്ഞ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. പക്ഷേ മൈലേജും വളരെ കുറവാണ്. മൈലേജ് കുറവാണെങ്കിലും കംപ്ലൈന്റ് തീരെ ഇല്ല. വേറൊരു കാര്യം ചെയ്താൽ ഒരു CNG വെച്ചാൽ അടിപൊളിയാ, നല്ല മൈലേജ് 20 മേലെ കിട്ടും കേട്ടോ. അപ്പം 2020 11 മാസം വണ്ടി, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി വന്നിട്ട് നമുക്ക് 7,60,000 രൂപ കൊടുക്കാം. 7.5 ലോണും പാസ്സായി കിടക്കോട്ടെ. 7 രൂപ ലോൺ പാസ്സായി കിടക്കുവാണ് ഈ വണ്ടി. 10,000 രൂപ കൊണ്ട് വരിക. 10,000 രൂപ കൊണ്ട് വേണം ഈ വണ്ടി എടുത്തോണ്ട് പോകുന്നത്. 10,000 രൂപ നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യോ? 10,000 രൂപ ആണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം. അതാണ് അതിന്റെ ഒരു മാന്യത. അപ്പൊ ഫുൾ ലോണിലും കൊടുക്കാം. അതെ, ആ ലോൺ നിങ്ങൾക്ക് പാസ് ആവുമെങ്കിൽ. ഈ വണ്ടി എങ്ങനെ ഉണ്ട്? വലിയ മെച്ചമൊന്നുമില്ല. ഇത് ചില ആൾക്കാരുടെ അടുത്ത് ഇതിന്റെ മാർക്കറ്റൊക്കെ ഇടിഞ്ഞു പറയുന്നു. ഇത് പെട്രോൾ ഡീസലോ? ഇത് ഡീസലാണ്. ഡീസലാണ്. 2016 മോഡൽ. 16 മോഡൽ. അലോയ് വീൽസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്താണ്. സ്പോർട്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് മാഗ്നയാണ്. മാഗ്നയാണ്. ഇവിടെ ഫ്രണ്ടിലേക്ക് എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊരു മറ്റേ ഇതടിച്ചാ ആന്റി ക്ലിയർ അല്ലേ? ആന്റി ക്ലിയർ അടിച്ചാ. അപ്പൊ 2016 മോഡൽ i20 ആസ്ത, സോറി i20 മാഗ്ന ഡീസൽ വണ്ടി. കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടി. അതാണ് ഹൈലൈറ്റ്. കാര്യം എന്താ അറിയാമോ? അത് പറഞ്ഞുതരാം. അജുവിന്റെ മറ്റേ കയ്യിരിക്കുന്ന മറ്റേ വിവോ ഫോണില്ലേ, വിവോ ഫോൺ എടുത്ത് മുമ്പ് പയ്യനല്ലേ ഇർഷാദ്, അവന്റെ വണ്ടിയാണത്. എന്റെ മാമയുടെ വണ്ടിയാണ്. മാമന്റെ മോനാണ്. അപ്പൊ നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. ക്ലീൻ ആണ് വണ്ടി. അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമുക്ക് 4,75,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ കിലോമീറ്റർ ജെന്യുവിൻ. പിന്നെ നമുക്കൊരു 4.5 ലോണും കൊടുക്കാം. 4 ലോണും കൊടുക്കാം. വില എത്ര? 4.5 അല്ലേ? 25 രൂപ കൊണ്ട് വന്നാൽ എടുത്തോണ്ട് പോവാം. അതെ. പിന്നെ ആലോചിക്കണം, ഡീസലില് കിലോമീറ്റർ ജെന്യുവിൻ ആണോ മാത്രം നോക്കിയാൽ കിലോമീറ്റർ പക്ക ജെന്യുവിൻ ആണ്. ധൈര്യമായിട്ട് എടുത്തോ. കേരളത്തിലെ വണ്ടികൾ ഇപ്പൊ കുറവാണ്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. സുഖപ്പെട്ടു. നമ്മൾ ഇന്ത്യയിലൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ. എല്ലാ വണ്ടിയും ഇന്ത്യയിലൊക്കെ അയച്ചു കൊടുത്തേക്കാം. പുറത്തുള്ള വണ്ടി കൂടെ എടുത്താലോ? പിന്നെന്താ. അപ്പൊ എന്തായാലും ഒരു 3-4 വണ്ടി കൂടെ കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. പുറത്തുനിന്നാണ് എടുക്കുന്നത്, സൗണ്ട് ഉണ്ടാവും അല്ലേ? വണ്ടികൾ പോകുന്നതാണ് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്ന സ്ഥലമല്ലേ? അത് മാത്രമല്ല വണ്ടി ഇപ്പൊ വെള്ളവും ചെളിയൊക്കെ തെറിപ്പിക്കും. എക്സാക്ട് ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞു കൊടുത്തോ. ഇത് നമ്മുടെ ആലപ്പുഴ എറണാകുളം ഭാഗത്ത് വരുന്ന ബൈപ്പാസ് റോഡാണ്. ഈ ബൈപ്പാസിന്റെ ഈ സൈഡിൽ തന്നെയാണ് നമ്മുടെ ട്രസ്റ്റ് വാലി ഇരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റോഡ് ട്രിവാൻഡ്രം റോഡുമാണ്. അതെ. അതായത് ആ മെയിൻ ഹൈവേ തന്നെയാണ്. അപ്പോൾ ഷോറൂം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇറങ്ങാൻ ഇവിടെ അപ്പുറത്തൊക്കെ ഒന്ന് നോക്കി കണ്ടൊക്കെ യൂട്ടേൺ ഒക്കെ വരണല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും കൈഗർ ഏതാ മോഡല്? 2023 കൈഗർ. 23 കൈഗറാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കമ്പനിക്ക് ഫുൾ സർവീസ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. ശരി, വിലയോ? നമുക്ക് 5,20,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 5 ലക്ഷം രൂപ. 23 മാനുവൽ അല്ലേ? മാനുവൽ. ഒരു സ്വിഫ്റ്റിന്റെ വില പോലും ആവുന്നില്ല, ഒരിക്കലും ഇല്ല. ഒരു XUV ടൈപ്പ് 5,20,000 രൂപയ്ക്ക് 5 ലക്ഷം രൂപ ലോൺ തരാം. 20,000 രൂപ കൊണ്ടുപോകാം ഈ വണ്ടി എടുത്തോണ്ട്. അടിപൊളി. അതുപോലെ തന്നെ 2019 മോഡൽ സിംഗിൾ ഓണർ 20,000 കിലോമീറ്റർ ഓടിയ RXT വണ്ടിയാണ്. RXT ഓപ്ഷൻ ആണ് വണ്ടി. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടി വന്നിട്ട് 2,95,000 രൂപ കൊടുക്കാം. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. 2019 സിംഗിൾ ഓണർ 28,000 കിലോമീറ്റർ. 19 സിംഗിൾ ഓണറിന് 2,90,000 രൂപ. അതുപോലെ തന്നെ സെൽറ്റോസ് വന്നിട്ട് 2021 കിയ സെൽറ്റോസ്. ഇത് HTX ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ 80,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്. അതെ. ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് HTX. എന്നാലും ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് സൺറൂഫ് ഉണ്ട്,
മറ്റേ സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും ഇല്ലല്ലോ. സീറ്റ് വെന്റിലേഷൻ ഉണ്ട് ഉണ്ടോ? ഉണ്ട് പിന്നെന്താ മറ്റേ മൂൺ റൂഫ് വരത്തില്ല ഇതിനകത്ത്, പനോരമിക് റൂഫ് വരത്തില്ല. സീറ്റ് വെന്റിലേഷൻ വരാൻ സാധ്യത ഇല്ലല്ലോ. സീറ്റ് വെന്റിലേഷൻ ഉണ്ട് സാറേ. ഓക്കെ, ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയാ, എല്ലാം കൊണ്ട് നല്ലൊരു വണ്ടി അല്ലേ? അതെ. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് നമുക്ക് വന്നിട്ട് 13 ലക്ഷം രൂപ കൊടുക്കാം, ഏറെക്കുറെ ഒരു 12 ലക്ഷം ലോണും കിട്ടും. ആലോചിക്കണം, 20-25 ലക്ഷം രൂപ വരാവുന്ന വണ്ടി അല്ലേ? അതെ 23 രൂപ എന്തായാലും ഉണ്ടാവും. ആ സാധനമാണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപ ഇത് ഞാനും എടുത്താലോ? ക്യാഷ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. കാശ് ഉണ്ടെങ്കിലേ. അതെ. ഓക്കെ, അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2020 ZX Celerio ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇതും ഓട്ടോമാറ്റിക് ആണ്. ഇതാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമ്മൾ നോക്കിയത് ഈ സെഗ്മെന്റ് ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് അകത്ത് കിടന്നതിൽ എക്സ്റ്റർ ഓട്ടോമാറ്റിക്, കിയാടെ സോണറ്റ് ഓട്ടോമാറ്റിക്, പിന്നെ MG ഹെക്ടർ ഓട്ടോമാറ്റിക്, സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്, പിന്നെ വാഗണാർ ഓട്ടോമാറ്റിക്, പിന്നെ വേറെ എന്തായിരുന്നു ഓട്ടോമാറ്റിക്? അത് മതി, ആവശ്യത്തിനായല്ലോ. അതെ. ഇത് 2020 മോഡൽ. 20 പെട്രോളിൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ, 4,60,000 രൂപ കൊടുക്കാം, 4 ലക്ഷം രൂപ ലോണും കിട്ടും. 60,000 രൂപ ഉണ്ടെങ്കിൽ 2020 മോഡൽ വണ്ടി ഇറക്കാം. 20 മോഡൽ ആയതുകൊണ്ടാണ് 460. 460 അത് ZX ആണ്. അതെ. അടുത്തത് ഇതാണെങ്കിലോ മൈക്ര 2015 മോഡൽ, അത് ടോപ്പ് ക്വാളിറ്റി ഉള്ള മൈക്രയാണ്. 15 സിംഗിൾ ഓണർ, CVT ആണ് ഗിയർ. അതങ്ങനെ തന്നെ എല്ലാത്തിലും ഇതല്ലേ? അതെ, ഗിയർ ബോക്സ് ഞാൻ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. മറ്റേ AMT ഒക്കെ വരുമല്ലോ. AMT വരൂല. അല്ല, ഇതിനൊക്കെ AMT വരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ് ഇത് CVT ആണ്. അത്യാവശ്യം നല്ല നീറ്റ് ആണ്, ബോഡി വൈസ് ക്ലീൻ ആണ്. എക്സൽ അല്ലേ? എക്സൽ ആണ് വണ്ടി. കിലോമീറ്ററോ 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 15-45 ജെന്യൂൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. എന്താ വില നമുക്ക്? 390 കൊടുക്കാം നമുക്ക്. അത് ഇച്ചിരി കൂടുതലല്ലേ സുഹേൽ ബ്രോ? ഒരിക്കലും അല്ല. 15 വണ്ടിയല്ലേ? 15 വണ്ടി നമ്മൾ ഈ വിലക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എടുക്കുന്ന കസ്റ്റമർ ലാഭമാണ്. അതെ, അതായത് നിങ്ങൾ വരിക, ഞാൻ ഒറ്റ കാര്യം പറയാം, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഉണ്ട്, പക്കയാണ്. അപ്പൊ അതുകൊണ്ടാണ് ചെറിയൊരു പ്രൈസ് കൂടുതൽ വരുന്നത്. നല്ല വണ്ടി വേണ്ടവർ നോക്കി എടുത്തോളൂ കേട്ടോ. ഇപ്പൊ നല്ലോണം ചെക്ക് ചെയ്ത് എടുക്കുക. അടുത്തത് ഡസ്റ്റർ ആണെങ്കിലോ 2016 ഡസ്റ്റർ, 16 വേരിയന്റ് ഫുള്ള RXZ, ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി, ഏറ്റവും ടോപ്പ്. അജു, ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് കയറ്റി ഇതിന്റെ ടൈമിംഗ് ബെൽറ്റ്, അത് ഇത് എല്ലാ സാധനവും മാറ്റി. പിന്നെ 85 അല്ല, ഇത് 110 ആണ്. നല്ല ക്ലീൻ പീസ് ആണ് വണ്ടി. ബാക്ക് സീറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല. കിലോമീറ്റർ 60,000 കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസ്. ഡീസൽ വണ്ടി, ഒന്നും ചെയ്യാനില്ല. പുതിയ ടയറും ബാക്കിലെ കവർ പൊട്ടിച്ചിട്ടില്ല. പൊട്ടിക്കീറിപ്പോയി. കീറിയോ? പുതിയ വണ്ടീന്റെ ലുക്ക് ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല നല്ല നീറ്റ് ആട്ടോ വണ്ടി. നീറ്റ് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ കയറ്റി ഏറെക്കുറെ സർവീസ് ചെയ്ത 30,000 രൂപ, 60,000 കിലോമീറ്റർ. 60,000 ടൈമിംഗ് ഒക്കെ മാറ്റിയേ? അവര് മാറ്റാൻ പറഞ്ഞു, നമ്മൾ മാറ്റി. പീരിയോഡിക്കലി മാറ്റിയത്. അടിപൊളി. എന്തായാലും മോശമൊന്നുമില്ല. വിലയോ? വില നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം, ഏറെക്കുറെ 5 ലക്ഷം രൂപ ലോണും കിട്ടും. 2016 സിംഗിൾ ഓണർ വണ്ടി. 5,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2016 സിംഗിൾ ഓണർ 110 അടിപൊളി വണ്ടി. പവർ ആൻഡ് പെർഫോമൻസ് ഉള്ള വണ്ടി. അതെ. ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി കാണിച്ചാൽ മൈത്തനാണ്. ഏതാ മോഡല്? 2017 ഗ്രാൻഡ് ഐട്ടൺ ആണ്. ഗ്രാൻഡ് ഐട്ടൺ സിംഗിൾ ഓണർ വണ്ടി, മാനുവല്. 50,000 കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുണ്ട് ഈ വണ്ടി. കറക്റ്റ് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. മാഗ്നയാണ് വണ്ടി. അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വണ്ടി നമുക്ക് വന്നിട്ട് 3,80,000 രൂപ കൊടുക്കാം, ഏറെക്കുറെ 3.5 ലക്ഷം വരെ ലോണും കിട്ടും. 3.80 കൊടുക്കാം. 2017 മോഡല്, 18 രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. ക്വാളിറ്റി വൈസ് പക്കയാണ്. ആർക്കെങ്കിലും വേണം നോക്കിക്കോട്ടെ ഇതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ച ഇത്രയും വണ്ടികൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ് എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തരാനും പറ്റും. ഈ സെൽറ്റോസൊന്നും നിങ്ങൾ മിസ് ചെയ്യണം കേട്ടോ. നല്ല ഡീസൽ ഓട്ടോമാറ്റിക് അടിപൊളി വണ്ടിയാണ്. ബ്രോ, നമ്മുടെ ആൾക്കാർ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. പിന്നെന്താ, തീർച്ചയായും. നമുക്ക് അടുത്തൊരു കിലോമീറ്റർ വീണ്ടും കാണാം അല്ലേ? അതെ.